പറഞ്ഞത് കേട്ടല്ലോ, അമറിനോട് ചോദിച്ചാൽ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെയാണ് ആ ഒരു കർമ്മം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ മിണ്ടില്ല, അമറാണ് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ പറയേണ്ടത്. നേനി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ് ഈ മൂവി നമുക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോ നേനി എന്റർടൈൻമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ അമർ രാമചന്ദ്രനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൂവിയെ കുറിച്ച് സംസാരിക്കാനായി. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ മൂവിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ക്രൗഡൊക്കെ കണ്ടിട്ട്? ക്രൗഡൊക്കെ നന്നായിട്ടുണ്ട്. പ്രമോദ് ഇങ്ങനെ ഒരു പണി തരുന്ന ഞാൻ വിചാരിച്ചു. ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. അപ്പം മക്കളില്ലാത്ത കുറേ കപ്പിൾസ് നമ്മുടെ അടുത്ത് വരും. അവർക്കെല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ഒരു 100% സക്സസ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാറില്ല. എനിക്കൊന്ന് അതേപോലെ തന്നെ ആയിരുന്നു ഈ പടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. നമുക്ക് കുറേ കഥകൾ വന്നു, എല്ലാ കഥകളും ഒരിക്കലും സിനിമയാക്കാൻ പറ്റില്ല. അതിനകത്ത് ഈ കഥ വന്നപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പേഷ്യൻ്റ് കൺസീവായി, പ്രഗ്നൻ്റായി. ആ കൺസെപ്ഷൻ, ആ പ്രഗ്നൻസി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് ഒരുപാട് സപ്പോർട്ട്സ് വേണം. അങ്ങനെയാണ് പ്രമോദിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഞാൻ ആദ്യം പ്രമോദിനെ പരിചയപ്പെടുമ്പോൾ ആ ഫ്ലാറ്റിൽ അന്ന് ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ ഇതിന് വെൽവിഷേഴ്സായിട്ട് കുറേ ആൾക്കാർ ലൈക്ക് രാജാ സാഹിബ്. ഇത്രയും അധികം ആൾക്കാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്നറിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഇതിനകത്തൊരു പാർട്ടാകാം. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇതിനകത്തേക്കൊരു പാർട്ടായി. അത് കഴിഞ്ഞ് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കാസ്റ്റിങ്ങിലൊക്കെ പ്രമോദിൻ്റെ ടീമും വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 60 days ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിനിടയ്ക്കാണെങ്കിലും പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായി. പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന പോലെയോ വേദന ഉണ്ടാകുന്ന പോലെയോ നമ്മളതിനൊക്കെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. വലിയ തരക്കേട്ടില്ലാത്ത പ്രഗ്നൻസി അത് സിനിമ മുന്നോട്ടേക്ക് പോയി. നമ്മൾ ടേം പ്രഗ്നൻസി എന്ന് പറയും, അതായത് 40 ആഴ്ചയാണ് മുഴുവൻ പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 37 ആഴ്ച എത്തിക്കഴിഞ്ഞാൽ കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും വലിയ ടെൻഷനില്ല, കാരണം കുട്ടി ജീവിക്കും. അറ്റ്ലീസ്റ്റ് 34 ആഴ്ചയെങ്കിലും എത്തണം, അല്ലെങ്കിൽ കുട്ടിയുടെ ലങ്സിന് വളർച്ച എത്തില്ല. ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴായിട്ട് ഇത് മുടങ്ങും എന്നുള്ളൊരവസ്ഥകൾ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാ ആൾക്കാരുടെയും ആ ഒരു നന്മയായിരിക്കാം ഈ സിനിമയിലുള്ള പോലെ തന്നെ, സിനിമയുടെ ത്രെഡിൽ ഉള്ള പോലെ തന്നെ ആ നന്മയാണ് ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാവരിലും ഞാൻ കണ്ടത്. ഒരാൾ പോലും അതിനകത്ത് ബാക്കൗട്ട് ചെയ്തില്ല. എല്ലാ ആൾക്കാരും ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടങ്ങൂ എന്നുള്ള വാശിയിലുള്ള പോലെയായിരുന്നു. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് കഴിഞ്ഞു, അതായത് ഡെലിവറിക്ക് തയ്യാറെടുത്തു. ഇനി നല്ല രീതിയിൽ ഈ സിനിമ ഡെലിവറി ചെയ്ത് ആ കുട്ടി വളർന്ന് വലുതാകണം. അതിനകത്ത് ഇതിപ്പോൾ ഈ പീരീഡിൽ നമ്മളോട് നിന്ന കുറേ ആളുകളുണ്ട്. അതിലെനിക്ക് വളരെയധികം എടുത്തു പറയാനുള്ള ഒരാൾ ഔസേപ്പച്ചൻ സാറാണ്. കാരണം ഈ പടത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളും, ഡയറക്ടറാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരുടെയും ഫസ്റ്റ് ഇൻഡിവിജ്വൽ പടമാണ്. എല്ലാ ആളുകൾക്കും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകളുടെയും ഫസ്റ്റ് ഇൻഡിവിജ്വൽ പടമാണ്. അപ്പോൾ നമുക്കൊരു കാരണവർ വേണം ഫ്രണ്ടിൽ നമുക്ക് അഡ്വൈസസ് തരാൻ. അത് വളരെ നല്ല രീതിയിൽ ഔസേപ്പച്ചൻ സാർ ഇവർക്ക് നൽകിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ദാറ്റ്. പിന്നെ ഇതിനകത്തുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ, സണ്ണി, ടെസ, മീര, രാജാ സാഹിബ്, സായി ചേട്ടൻ, അനിൽ നെടുമങ്ങാട്, സുജിത്ത്, പറഞ്ഞാൽ തീരില്ല. ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ്.
ഈ കുട്ടികൾ അതിനകത്ത് തകർത്ത് അഭിനയിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റും അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ചെയ്ത് ദിനേശൻ എന്ന് പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റിൽ നിന്ന് മാറി ഒരു പൊറോട്ട അടിക്കാരനായി ഞാൻ ഇതിനകത്ത് അഭിനയിച്ചു. എൻ്റെ വൈഫായിട്ട് ടെസ്സയുടെ ഹസ്ബൻഡായിട്ട് ഞാൻ ഞങ്ങളുടെ മക്കളായിട്ട് ഇതിനകത്ത് അഭിനയിച്ച വസുദേവ്, അതേപോലെ ഗോപാൽ, അവരുടെ അഭിനയത്തിൻ്റെ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതല്ല, ഞങ്ങൾ ഒരിക്കലും അവിടെ എത്തിയില്ല. അവരെ അഭിനയത്തിനേക്കാളും നല്ല രീതിയിൽ അഭിനയിക്കാമെന്ന് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം ഓൺ സ്ക്രീനിലുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നേഹ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ടാണ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. എൻ്റെ മക്കൾക്ക് എൻ്റെ രൂപസാദൃശ്യം ഇല്ല, അതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിക്കാണ് എൻ്റെ രൂപസാദൃശ്യം. ഇത് IVF ക്ലോണിങ്ങോ ടെസ്റ്റിംഗ് ശേഷം ഒന്നുമല്ല, തികച്ചും യാദൃശ്ചികം മാത്രം. പിന്നെ ഇതിന് വിശിഷ്ടാതിഥിയായി എത്തിയ വിനീത്, ഞങ്ങളെല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ് വിനീത്. വെറും കോയിൻസിഡൻസ് ആകാം. ഞാൻ പടത്തിനെ കുറിച്ചല്ലാതെ ഒരു വാക്ക് പറയാം. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിക്കുന്നത് ഇന്നലെ ഒന്നല്ല. ഏതൊരു മലയാളിയുടെ മനസ്സിലുള്ള പോലെ തന്നെ ചെറുപ്പത്തിൽ തൊട്ടേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരിക്കലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എനിക്കറിയുന്ന ഒരാൾ സിനിമയിലില്ല. അങ്ങനെയാണ് 93 ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, എൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 93 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ MBBSൻ്റെ 25th ആനിവേഴ്സറി കാലിക്കറ്റ് മഹാറാണി ഹോട്ടലിൽ നടക്കുകയാണ്. അന്ന് മിഥുനത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഞാനും അനിയനും കൂടി അച്ഛൻ്റെ ഇതൊക്കെ ഫംഗ്ഷനൊക്കെ അവിടെ നടക്കുന്നു. ഞങ്ങൾ മഹാറാണി മുഴുവൻ ഓടി നടന്നു. ലാലാട്ടിനെ കണ്ടു, ഉർവശീനെ കണ്ടു, എല്ലാവരെയും കണ്ടു. ശ്രീനേട്ടനെയും കണ്ടു. അതിൻ്റെ കൂടെ ശ്രീനേട്ടൻ്റെ അടുത്ത് ഞാൻ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചു. ഞാൻ എൻ്റെ അനിയനെ മെല്ലെ നൈസായിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് വീണ്ടും ഞാൻ ശ്രീനേട്ടൻ്റെ ഡോർ പോയി മുട്ടി. അങ്കിൾ എനിക്കൊരു ചാൻസ് തരുമോ? അങ്കിൾ പറഞ്ഞു, മോൻ ആദ്യം പഠിച്ച് വലിയ ആളാകും, എന്നിട്ട് നമുക്ക് നോക്കാമെന്നായി. അതിനുശേഷം ഞാൻ സ്വർഗത്തേക്കാൾ സുന്ദരത്തിൻ്റെ ഇതിൽ അഭിനയിക്കുമ്പം ഞാൻ ശ്രീനേട്ടനെ അന്ന് പരിചയപ്പെട്ടു. പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. കാരണം വലിയൊരാളെടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെ ഒരു പേടി. ഞാൻ ശ്രീനേട്ടൻ്റെ നമ്പറൊക്കെ മേടിച്ചു. കാരണം എൻ്റെ നാട്ടിൽ ശ്രീനേട്ടന് ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇടണമല്ലോ ഇവരടുത്ത് സംസാരിക്കാൻ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു സംസാരിച്ചു. ശ്രീനേട്ടൻ്റെ നമ്പറും ചുളിവിൽ ഒപ്പിച്ചു. അത് കഴിഞ്ഞ് ശ്രീനേട്ടൻ എന്തായാലും നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കുറച്ച് കാലം മുമ്പ് എനിക്ക് ലേബർ റൂമിൽ നിന്ന് ഒരു കോൾ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ ആ കോളിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നുണ്ട് ശ്രീനേട്ടൻ്റെ കോള്. ഞാൻ പറഞ്ഞു, ഫോൺ വെക്ക് ശ്രീനേട്ടൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ വെച്ചു. എന്നിട്ട് ശ്രീനേട്ടൻ്റെ ഫോൺ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇത് ശ്രീനിവാസനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനേട്ടൻ്റെ നമ്പർ മാറിപ്പോയതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഡോക്ടർ അമർ, കണ്ണൂരാണ്. പിന്നെ ഞാൻ ശ്രീനേട്ടൻ്റെ ഫോൺ വെക്കാൻ പറ്റില്ല, കിട്ടിയ ചാൻസ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാൻസൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു, മോനിപ്പോൾ ഏതൊക്കെ അഭിനയിച്ചു? ഞാൻ ഇങ്ങനെ ഒരു 3-4 പടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞൊരു പടം അഭിനയിക്കുന്നുണ്ട്. പറഞ്ഞു, എന്തായാലും നീ വളർന്ന് വലുതായി പടത്തിലേക്ക് എത്തിച്ചേർന്നല്ലോ, വളരെ സന്തോഷം. അപ്പോൾ അത് തീർച്ചയായും ശ്രീനേട്ടനോട് പറയണം. ഞാൻ വളർന്ന് വലുതായി, അത്യാവശ്യം പഠിപ്പൊക്കെ ആയി, ഇനി നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ശ്രീനേട്ടനും അതേപോലെ മകൻ വിനീതും തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു കുട്ടികളുടെ നന്മ മാത്രം കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവർക്ക് അവരുടെ മനസ്സിലും ഒരുപാട് നന്മയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി ഇത് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി കാണിക്കണം. ഒരിക്കലും ഇതൊരു കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാരും ചീത്ത പറയില്ല എന്ന് ഞാൻ 100% എഴുതി തരാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കല. അതാണ് നമ്മളിവിടെ കണ്ടത്. ഗൈനക്കോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് പ്രസവം ഒരു കലയാക്കി മാറ്റി അതിനെ കുറിച്ച് സംസാരിച്ചു.
പിന്നെ ഇപ്പൊ മൂവിയെ കുറിച്ച് സംസാരിച്ചു, ഇതിനിടയിൽ ചാൻസ് വരെ ചോദിച്ചു. ഒരു 5 മിനിറ്റിനുള്ളില് 10 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലൊക്കെ സംഭവിച്ചല്ലോ ഇവിടെ. മിക്കവാറും ഡെലിവറി എടുത്തിട്ട് ഞാൻ ഓക്കെ, ഏതായാലും ഡോക്ടറിൽ ഒരു വലിയ നടനെ മാത്രമല്ല, ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കാണുകയാണ്. അതെല്ലാം പുറത്തെടുക്കുക. എന്റെ ഭാര്യയ്ക്ക് അത് ഇതുവരെ മനസ്സിലായില്ല. അല്ല, സൃഷ്ടിയുടെ വേദന അറിയുന്ന ഒരാൾക്ക് മാത്രമേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ കഴിവ്. അപ്പം ഡോക്ടർ എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ്. വിനീതയുടെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഒരു വട്ടം കൂടി പറയുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഗോൾ ടൈം. താങ്ക് യു വെരി മച്ച്.